നമസ്കാരം. വൃശ്ചിക മാസത്തിലെ 41 ദിവസം മണ്ഡലകാലമായിട്ടാണ് മലയാളികൾ ആചരിച്ചു വരുന്നത്. ഒരുപക്ഷെ മലയാളികൾ മാത്രമല്ല, ദക്ഷിണേന്ത്യയിലെ ഒരുപാട് പേര്, ഒരുപക്ഷെ ഇന്ന് പറയുകയാണെങ്കിൽ ഭാരതത്തിൽ എല്ലാവരും തന്നെ ഇന്ന് 41 മണ്ഡലകാലം എടുക്കുന്നുണ്ട് എന്നുള്ളൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമല്ല, ശബരിമല എന്ന പുണ്യ സങ്കേതത്തിൻ്റെ പ്രശസ്തിയും പ്രസക്തിയും ലോകത്തിലേക്ക് വളരെയധികം വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സ്വാമി അയ്യപ്പൻ വളരെ വിചിത്രമായ ഒരു ആചരണത്തിലൂടെ നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ഒരു മൂർത്തിയാണ്. വിചിത്രമായ ആചരണം എന്ന് പറയുന്ന സമയത്ത് സാധാരണ മനുഷ്യന്മാർക്ക്, ഗൃഹസ്ഥാശ്രമത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില ആചരണങ്ങൾ, ചില വ്രതങ്ങളൊക്കെ ഭാരതത്തിൽ നടപ്പിലുണ്ട്. ഹിന്ദുക്കൾ അതെല്ലാം ആചരിക്കാറുമുണ്ട്. എന്നാൽ ശബരിമല കാലം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തികച്ചും ഒരു സന്യസ്ത പാതയിലേക്ക് ഒരാളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒന്നാണ്. നമ്മൾ പറയുന്ന സമയത്ത് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. വാനപ്രസ്ഥവും സന്യാസവും നിവൃത്തിയുടെ മാർഗങ്ങളാണ്. ബ്രഹ്മചര്യം പഠനത്തിൻ്റെ കാലമാണ്. എന്ത് പഠിക്കുന്നത്? ഗാർഹസ്ഥ്യകാലത്ത് എങ്ങനെയാണോ ധർമ്മം നിലനിർത്തിക്കൊണ്ട് ജീവിക്കേണ്ടത് എന്ന് പഠിക്കാനുള്ള കാലമാണ് ബ്രഹ്മചര്യകാലം. ബ്രഹ്മചര്യകാലം മാറി ഗാർഹസ്ഥ്യത്തിലേക്ക് എത്തുന്നതോടുകൂടെ ഒരാൾ കുടുംബസ്ഥനാകുകയും ഗൃഹത്തിൽ ഗാർഹപത്യാഗ്നി, വേദത്തിൻ്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ ഗാർഹപത്യാഗ്നി ജ്വലിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ആ ഗാർഹപത്യാഗ്നി മറ്റൊന്നുമല്ല, ആ ഗൃഹസ്ഥ ജീവിതത്തിൻ്റെ അടുപ്പം തന്നെയാണ്. ആ ഗൃഹസ്ഥ ജീവിതത്തെ ഏറ്റവും മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പഠനങ്ങളൊക്കെ ബ്രഹ്മചര്യ കാലഘട്ടത്തിൽ നിന്ന് പഠിക്കുന്നു. എന്നാൽ ഗാർഹസ്ഥ്യത്തിൻ്റെ എല്ലാവിധ ഉത്തരവാദിത്വങ്ങളും നിറവേറ്റിയതിന് ശേഷം ഒരു വ്യക്തി ആ കാലഘട്ടത്തിൽ നിന്ന് തൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ തുടക്കം എന്ന നിലയ്ക്ക് ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ജ്ഞാനം എന്ന് പറയുന്ന സമയത്ത് ഗാർഹസ്ഥ്യത്തിലും ജ്ഞാനം ആവശ്യമുള്ളതായിട്ടുണ്ട്. എന്നാൽ അത് വിജ്ഞാനമാണ്. ഇവിടെ ജ്ഞാനം എന്നുദ്ദേശിക്കുന്നത് ബ്രഹ്മത്തെ അറിയാനുള്ള ത്വര, ബ്രഹ്മത്തെ അറിയാനുള്ള ആഗ്രഹത്തോടുകൂടെ ഒരു വ്യക്തി ഗാർഹസ്ഥ്യത്തിൻ്റെ എല്ലാവിധ കെട്ടുപാടുകളെയും അതിൻ്റെ ഉത്തരവാദിത്വങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം വാനപ്രസ്ഥത്തിലേക്ക് കടക്കുകയാണ്. ആ വാനപ്രസ്ഥത്തിൽ നിന്ന് അദ്ദേഹം പതുക്കെ സന്യാസത്തിലേക്ക് കടക്കുകയാണ്. സന്യാസം ആത്മപിണ്ഡ സമർപ്പണത്തിൻ്റെതാണ്. ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ആത്മപിണ്ഡത്തെ സമർപ്പിച്ചതിന് ശേഷമാണ് സന്യാസിയായി മാറുന്നത്. സർവം ന്യസിക്കലാണ്. ന്യസിക്കാൻ ഏറ്റവും പ്രയാസമുള്ളത്, ത്യജിക്കാൻ ഏറ്റവും പ്രയാസമുള്ളത് അവനവൻ്റെ വ്യക്തിത്വം തന്നെയാണ്. ആ വ്യക്തിത്വത്തെ തന്നെയും പരിത്യജിച്ചുകൊണ്ടാണ് ഒരാൾ സന്യാസിയായി മാറുന്നത്. അങ്ങനെ മരണം വരിക്കുന്ന സമയത്ത് അയാൾ മോക്ഷപ്രാപ്തിയിലേക്ക് നടന്നു നീങ്ങുന്നു എന്ന് പറയുന്ന ഒരു സംവിധാനം, അല്ലെങ്കിൽ അതിന് ഉതകുന്ന ഒരു സംവിധാനത്തെയാണ് ആശ്രമ വ്യവസ്ഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശബരിമല കാലം വാസ്തവത്തിൽ നമുക്ക് വരാനിരിക്കുന്ന വാനപ്രസ്ഥത്തിൻ്റെയും സന്യാസത്തിൻ്റെയും രുചി ഗാർഹസ്ഥ്യത്തിൽ ഇരുന്നു കൊണ്ട് അനുഭവിക്കുന്ന ഒരു കാലമാണ്. ഗാർഹസ്ഥ്യത്തിൽ ഇരുന്നു കൊണ്ട് അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഗാർഹസ്ഥ്യത്തിൽ ഇരുന്നു കൊണ്ട് അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ 41 ദിവസത്തെ വ്രതം ഒരാൾ സ്വീകരിക്കുന്ന സമയത്ത് അയാൾ എല്ലാവിധ നിറങ്ങളും ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ എല്ലാവിധ നിറങ്ങളെയും ആകിരണം ചെയ്തിരിക്കുന്ന കറുപ്പ് വസ്ത്രം ധരിക്കുന്നു. കറുപ്പ് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്. ഒരുപക്ഷെ എല്ലാം അതിൽ ചേർന്നിരിക്കുന്നു. ഒരു നിറത്തിനെയും അത് പ്രത്യേകമായി കാണിക്കുന്നില്ല. എന്ന് വെച്ചാൽ പൂർണ്ണമായ വൈരാഗ്യത്തിൻ്റെ നിറമായിക്കൊണ്ട് കാണും. സന്യാസം ത്യാഗത്തിൻ്റെ നിറമാണ് എങ്കിൽ കറുപ്പ് വൈരാഗ്യത്തിൻ്റെ നിറമാണ്. കാരണം കറുപ്പ് ഒരു നിറത്തെയും പ്രതിഫലിപ്പിക്കുന്നില്ല. ജീവിതത്തിൻ്റെ എല്ലാ വർണ്ണങ്ങളെയും അത് കെടുത്തിക്കളയും, എല്ലാ വർണ്ണങ്ങളെയും അത് മാറ്റിക്കളയും. പ്രവൃത്തിയുടെ പാതയിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുന്ന എല്ലാവിധ വർണ്ണങ്ങളെയും എല്ലാവിധ പ്രലോഭനങ്ങളെയും എല്ലാം കറുപ്പ് ആകിരണം ചെയ്തിരിക്കും. ആ കറുപ്പ് വസ്ത്രം ധരിക്കുന്നു. കഴുത്തിൽ സ്വാമിയുടെ മുദ്രമാല ധരിക്കുന്നു. ആ മുദ്രമാല ധരിക്കുന്ന സമയത്ത് ഗുരുസ്വാമിയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന്
ക്ഷേത്രത്തിലെ പൂജകൻ്റെ കയ്യിൽ നിന്ന് ഒക്കെ നമുക്ക് മുദ്രമാല അണിയാം. അവനവന് സ്വന്തമായും മുദ്രമാല അണിയാം. എനിക്ക് ഞാൻ തന്നെ സ്വാമിയാണെന്ന് കരുതി എനിക്ക് സ്വന്തമായി മുദ്രമാല അണിയാം. അയ്യപ്പൻ മുദ്രമാല അണിഞ്ഞത് പന്തള രാജാവിൻ്റെ അടുത്ത് നിന്നാണെന്നാണ് പറയാറ്. അതുകൊണ്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് മുദ്രമാല അണിയാം. ക്ഷേത്രത്തിൽ ഇന്ന് പൂജകൻ സ്വതവേ വ്രതത്തിലായിരിക്കുന്നത് കൊണ്ട് അയാളുടെ കയ്യിൽ നിന്ന് മുദ്രമാല അണിയാം. ഗുരുസ്ഥാനീയനായിരിക്കുന്ന ഗുരുസ്വാമി എന്ന് നാം വിളിക്കുന്ന ഗുരുസ്വാമിയുടെ അടുത്ത് നിന്ന് മുദ്രമാല അണിയാം. സന്യാസിമാരുടെ അടുത്ത് നിന്ന് മുദ്രമാല അണിയാം. അതല്ലാതെ അവനവന് സ്വയവും മുദ്രമാല അണിയാം. ആ മുദ്രമാല കഴുത്തിൽ വീണത് മുതൽ അയാളുടെ സ്വത്വത്തെ മറക്കുകയാണ്. അയാൾക്ക് പിന്നെ അയാളുടെ സ്വത്വമില്ല. അയാളുടെ സ്വത്വം പിന്നെ അയ്യപ്പൻ്റെ സ്വത്വമാണ്. അയാളുടെ പേര് അയാൾ ഉപേക്ഷിക്കുകയാണ്. താൽക്കാലികമായെങ്കിലും ഉപേക്ഷിക്കുകയാണ്. ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് എല്ലാവരും സ്വാമിയാണ്. നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്, ബസ്സിൽ കയറിയാൽ കണ്ടക്ടർ സ്വാമി, ഡ്രൈവർ സ്വാമി, സഹസ്വാമിമാർ, പോലീസ് സ്വാമി, പത്രസ്വാമി, അങ്ങനെ എല്ലാം സ്വാമിമാരാണ്. പുലിസ്വാമി പിടിക്കും എന്നാണ് ചിലപ്പം കളിയാക്കി പറയാറ്. പുലിസ്വാമി, പുലിയെ പോലും സ്വാമിയായിട്ടാണ് പറയുക. കാക്കസ്വാമി, പുലിസ്വാമി, കല്ല് സ്വാമി, സർവ്വതിനെയും സ്വാമി. സർവവും സ്വാമിമയം മാത്രം. ഞാനും സ്വാമി. ഞാൻ സ്വാമിയാകുന്ന സമയത്ത് ഞാൻ എൻ്റെ എല്ലാവിധ വ്യക്തിപരമായ അസ്തിത്വങ്ങളെയും കളയുകയാണ്. അതിൽ ആദ്യത്തേതാണ് സ്വന്തം പേര് കളയുന്നത്. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മുടെ പേര് നഷ്ടപ്പെടുത്തുക എന്നുള്ളത്. സന്യാസി ആത്മപിണ്ഡം സമർപ്പിച്ചതിന് ശേഷം സ്വന്തം പേര് ഒഴിവാക്കിക്കൊണ്ട് ഗുരുനാഥൻ നിശ്ചയിക്കുന്ന ഒരു പേരിലാണ് പിന്നെ അറിയപ്പെടുക. ഇവിടെ മാലയിടുന്ന ഒരാൾ പിന്നെ സ്വാമി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അയാൾ സ്വാമിയായി മാറുകയാണ്. പേര് കളയുന്നത് പോലെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ജീവിതത്തിൽ നാം ലാളിച്ച് വളർത്തിപ്പോരുന്ന ഈ ശരീരത്തെ ശ്രദ്ധിക്കാതിരിക്കുക. അതുകൊണ്ട് ദീക്ഷ വളർത്തുന്നു, താടി നീട്ടി വളർത്തുന്നു, മുടി ചീകാൻ പാടില്ല, കണ്ണാടിയിൽ നോക്കരുത്, ചെരുപ്പ് ധരിക്കാൻ പാടില്ല, പട്ടുമെത്തയിൽ അല്ലെങ്കിൽ മെത്തയിൽ കിടന്നുറങ്ങരുത്, നിലത്ത് വിരിവിരിച്ച് കിടന്നുറങ്ങണം, ഭക്ഷണം വളരെ മിതപ്പെടുത്തണം. ചിലപ്പോൾ പറയാറുണ്ട്, സ്വാമി ആയിക്കഴിഞ്ഞാൽ നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കിയാൽ മതി. ആളുകൾ അങ്ങനെയാണ് ചെയ്യുക. സ്വാമി ആയിക്കഴിഞ്ഞാൽ നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കും. പക്ഷേ ഈ മണ്ഡലകാലത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സോയാബീൻ ചിലവാവുക. സോയാബീൻ നല്ല ചിക്കൻ മസാലയും ഇട്ട് ഇറച്ചിയാണ് എന്ന് വിചാരിച്ച് കഴിക്കുക. അത് വ്രതമാവുന്നില്ല. വ്രതം പൂർണ്ണമായും ഈ ഭക്ഷണത്തിലുള്ള മിതപ്പെടുത്തലാണ്. അത് നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കുന്നതിൽ തീരുന്നില്ല. എല്ലാവിധ ആഘോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല, കല്യാണത്തിന് പോകാൻ പാടില്ല, കല്യാണ പരിപാടികളിൽ പങ്കെടുക്കരുത്, സിനിമ കാണാൻ പാടില്ല, സിനിമാ തിയേറ്ററിൽ പോകരുത്. അങ്ങനെ എല്ലാവിധ ആഘോഷങ്ങളിൽ നിന്നും ഒരു വ്യക്തി സ്വയം മാറി നിന്നുകൊണ്ട് തൻ്റെ വ്യക്തിത്വത്തെ വളരെ സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ വ്യക്തിത്വത്തെ ഉപേക്ഷിച്ചുകൊണ്ട് തൻ്റെ സ്വത്വത്തെ സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ശബരിമലയുടെ 41 ദിവസങ്ങൾ. ആ 41 ദിവസം തൻ്റെ വ്യക്തിപരമായ ഉയർച്ച, സാധനാപരമായ ഉയർച്ച, ആത്മീയമായ ഉയർച്ച മാത്രമാണ് സാധകൻ്റെ ലക്ഷ്യം. അങ്ങനെയാണ് ശബരിമലയ്ക്കുള്ള ഓരോ യാത്രയും ആരംഭിക്കുന്നത്. ആ 41 ദിവസം കൃത്യമായി വ്രതമെടുത്ത് ശബരിമല ചവിട്ടുന്ന ഒരാൾക്ക് അയാൾക്ക് പൂർണ്ണമായും അവിടെ ഇരിക്കുന്ന തത്വം ഞാൻ തന്നെയാണ്, എൻ്റെ തന്നെ പ്രകാശനമാണ് അകമേയിരിക്കുന്ന ആ മണികണ്ഠ ചൈതന്യം അല്ലെങ്കിൽ ആ ശാസ്താവിൻ്റെ ചൈതന്യം എന്ന ബോധ്യം ഉണ്ടാവും എന്നുള്ളതാണ്. ശബരിമല അതുകൊണ്ട് തന്നെ മറ്റെല്ലാ വ്രതങ്ങളിൽ നിന്നും ശബരിമല വ്രതം വളരെയധികം വ്യത്യസ്തമാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഗാർഹസ്ഥ്യത്തിലിരിക്കുന്നൊരു വ്യക്തിക്ക് സന്യാസത്തിൻ്റെ എല്ലാവിധ പാഠങ്ങളും അതിൻ്റെ രുചിയും അതിൻ്റെ അനുഭവവും അതിൻ്റെ ആത്മീയമായിട്ടുള്ള സുഖവും പകർന്നു നൽകുന്ന ഒരാചരണ വിശേഷമാണ് ശബരിമല 41 ദിവസം. ഈ 41 ദിവസം ശബരിമലയ്ക്ക് ഓരോ വ്യക്തിയും മാലയിടുന്ന സമയത്ത് താൻ സന്യസ്തനാണ് എന്ന ഭാവത്തോടു കൂടെ വേണം മാലയിടാൻ. കറുപ്പുടുക്കുന്നത് സന്യാസം തന്നെയാണ്. കറുപ്പുടുക്കുന്നത് ജീവിതത്തിൽ നിന്നുള്ള എല്ലാവിധ തിരക്കുകളിൽ നിന്നുള്ള മാറി നിൽക്കലുകളാണ്. ജീവിതത്തിൽ പുലർത്തേണ്ട ഒരുപാട് നിഷ്കർഷകളോട് കൂടിയാണ് ശബരിമല വ്രതം വരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, തിരക്കുള്ള സ്ഥലങ്ങളിൽ പോകരുത്. തിരക്കുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ പോകരുത്. രാഷ്ട്രീയം സംസാരിക്കരുത്.
ചായക്കടകളിലൊന്നും ഇരുന്നിട്ട് രാഷ്ട്രീയം സംസാരിക്കാൻ പാടില്ല. പത്രം വായിക്കരുതെന്ന് പറയാറുണ്ട്. സന്യാസിമാർ അല്ലെങ്കിൽ സ്വാമിമാർ പത്രം വായിക്കാൻ പാടില്ല. പണ്ടൊക്കെ ഗുരുസ്വാമിമാർ അത് പറയും. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഗുരുസ്വാമിയായിരുന്നു. അദ്ദേഹം 48 വർഷം ശബരിമലയ്ക്ക് പോയ ആളാണ്. അദ്ദേഹം ഉപയോഗിച്ച മാല തന്നെയാണ് ഞാൻ ഉപയോഗിക്കാറ്. അപ്പം അദ്ദേഹം പറയുമ്പോൾ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ കേട്ടിട്ടുണ്ട്, പത്രം വായിക്കാൻ പാടില്ല. അപ്പം എന്താണ് പത്രം വായിച്ച ലോക വിവരങ്ങൾ അറിയണ്ടേ ഒരു സ്വാമി? ഇതൊരു ചോദ്യമാണ്. എന്തുകൊണ്ട് പത്രം വായിക്കരുത്? കാരണം പത്രത്തിലെ വാർത്തകൾ ക്ഷോഭം ഉണ്ടാക്കും. ചിലപ്പോൾ പലതരത്തിലുള്ള വികാരങ്ങൾ മനസ്സിലുണ്ടാക്കും. TV കാണുമ്പോഴും അങ്ങനെ തന്നെയാണ്. മനസ്സിനെ ക്ഷുഭിതമാക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല. ദേഷ്യം പിടിക്കാൻ പാടില്ല. വികാര പ്രകടനങ്ങളൊന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. പൂർണ്ണമായ ശാന്താവസ്ഥയിൽ വേണം ആ ശബരിമല വ്രതം പൂർത്തീകരിക്കാൻ എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ നിഷ്കർഷയോടുകൂടി 41 ദിവസം നോക്കിയാൽ അത് ഒരു പരിവർത്തനത്തിൻ്റെ 41 ദിവസകാലമാണ്. ആ 41 ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ഒരു പരിവർത്തനത്തിന് വിധേയമായിട്ടുണ്ടാവും. അയാൾ സ്വാമിയുടെ ചൈതന്യം എന്താണ് എന്നറിഞ്ഞിട്ടുണ്ടാവും. അത് അയാളുടെ വരുന്ന ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. അതുകൊണ്ട് ശബരിമല കാലഘട്ടം വളരെ ശ്രദ്ധയോടെ നിഷ്കർഷയോടെ ഒരു തമാശയായി കാണാതെ, ശബരിമലയ്ക്ക് പോകുന്ന ടൂർ പോലെ പോകുന്ന ആളുകളുണ്ട്. എല്ലാവരും കൂടി ഫ്രണ്ട്സ് എല്ലാവരും കൂടി മാലയിട്ട് എല്ലാവരും കൂടെ ടൂർ പോലെ പോവാം. ശരി, അങ്ങനെ പോവാം, അതിന് തെറ്റൊന്നുമില്ല. എല്ലാവരും ഒരുപോലെ ആത്മീയമായ ഒരു കാര്യത്തിന് സംഘടിക്കുന്നതിലും സത്സംഗം ഉണ്ടാവുന്നതിലും ഒരു പ്രശ്നമില്ല. പക്ഷേ അതൊരു ടൂറല്ല. അതിൽ ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിൽ സ്വാമി മാത്രം, പ്രവൃത്തിയിൽ സ്വാമി മാത്രം, ജീവിതത്തിൽ സ്വാമി മാത്രം. അങ്ങനെയുള്ളൊരു 41 ദിവസ കാലഘട്ടം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ശബരിമല എന്ന് ഓർക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്നത് യോഗപട്ടബന്ധത്തിലിരിക്കുന്ന താരക ബ്രഹ്മസ്വരൂപമായിട്ടുള്ള അയ്യപ്പസ്വാമിയുടെ രൂപമാണ്. പക്ഷേ മലയ്ക്ക് മാലയിടുന്ന ഓരോ വ്യക്തിയും ഉള്ളിൽ പണ്ട് ചോദിക്കുന്നുണ്ടോ എന്ന് അറിയില്ല, ഇന്ന് തീർച്ചയായിട്ടും ചോദിക്കുന്നുണ്ട്. ആരാണ് അയ്യപ്പൻ? ആരാണ് ശാസ്താവ്? ആരാണ് മാളികപ്പുറത്തമ്മ? ആരാണ് വാവര്? എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരാണ് ശാസ്താവ് എന്നിടത്ത് നമുക്ക് ആദ്യം തുടങ്ങാം. ശാസ്താവ് ആണ് ശബരിമലയിലെ പ്രധാന മൂർത്തി. ശബരിമലയിൽ ഇരിക്കുന്നത് ശാസ്താവ് തന്നെയാണ്. ഒരു പക്ഷേ അയ്യപ്പന് മുന്നേ തന്നെ ശബരിമലയിൽ ശാസ്താവ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ അയ്യപ്പൻ മലയ്ക്ക് മാലയും ഇട്ട് തലയിൽ കെട്ട് നിറച്ച് പന്തളം രാജാവിൻ്റെ അടുത്ത് നിന്ന് പോയത്. അതുകൊണ്ട് പന്തളം രാജാവിൻ്റെ രാജ്യത്തിൻ്റെ കുലഭരദേവതയായിക്കൊണ്ട് ശാസ്താവ് അയ്യപ്പന് മുമ്പേ തന്നെ ഉണ്ട് എന്ന് പന്തളം കൊട്ടാരവുമായി പന്തളം രാജധാനിയുമായി പാണ്ഡ്യ ചരിത്രവുമായൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പന്തളം കൊട്ടാരത്തിൻ്റെ അല്ലെങ്കിൽ പന്തളം രാജകുടുംബത്തിൻ്റെ മറ്റൊരു ശാഖയായിട്ടുള്ള പൂഞ്ഞാർ രാജവംശം, അവരെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ശാസ്താവിനെ കാണാൻ സാധിക്കും. അവിടെ ഗജാരൂഢനായ ശാസ്താവാണ്, ഇവിടെ അശ്വാരൂഢനായ ശാസ്താവാണ്. ശാസ്താവിൻ്റെ വാഹനം എന്ത് എന്ന ചോദ്യത്തിന് പലപ്പോഴും നമ്മൾ പുലിയാണ് എന്നാണ് പറയാറുള്ളത്. പുലി വാഹനനാണ് അയ്യപ്പൻ പുലിപ്പുറത്ത് വന്നിട്ടുണ്ട്, അതൊരു പ്രത്യേക സാഹചര്യത്തിലാണ്. പക്ഷേ ശാസ്താവിൻ്റെ വാഹനം കുതിരയാണ്. അപ്പോൾ ഇവിടെ കുതിര വാജിവാഹനമായിരിക്കുന്ന ശാസ്താവും പൂഞ്ഞാർ കൊട്ടാരത്തിൽ ഗജാരൂഢനായിരിക്കുന്ന ശാസ്താവ്, കാട്ടിൽ വെച്ച് വഴി തെറ്റിയ സമയത്ത് ആനപ്പുറത്ത് വന്ന് ശാസ്താവ് വഴി കാണിച്ചു എന്നൊരു ഐതിഹ്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഗജാരൂഢനായ ശാസ്താവുമുണ്ട്. പറഞ്ഞു വരുന്നത് അയ്യപ്പന് മുന്നേ തന്നെ ശാസ്താവ് എന്ന ചൈതന്യം ശബരിമലയിലുണ്ട്. ആ ശാസ്താവ് എന്ന ചൈതന്യത്തിൽ വിലയം പ്രാപിച്ച ഒരു ഉപാസകനാണ് അയ്യപ്പൻ. അയ്യപ്പനെ ഒരു ഉപാസകനായി കാണാം. അയ്യപ്പനെ വേണമെങ്കിൽ ശാസ്താവിൻ്റെ ഒരു അവതാരമായി കാണാം. പന്തളം കൊട്ടാരവുമായി ബന്ധപ്പെട്ടാണ് അയ്യപ്പൻ്റെ കഥ നിലനിൽക്കുന്നത്. ആരാണ് ശാസ്താവ് എന്നുള്ളതാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കേണ്ട ചോദ്യം. എവിടെയാണ് ശാസ്താവിൻ്റെ അസ്തിത്വമുള്ളത്? ഏത് ദേവനാണ് ശാസ്താവ് എന്നൊക്കെയുള്ള ചോദ്യം നമുക്ക് ആഴത്തിൽ ചോദിക്കേണ്ടതായിട്ടുണ്ട്. ശാസ്താവ് എന്നത് ഒരു സംസ്കൃത പദമാണ്. ശാസിക്കുന്നവൻ എന്നാണ് അർത്ഥം. ശാസിക്കുന്നവൻ്റെ കയ്യിൽ ഒരു ചൂരലുണ്ടാവും. ചൂരൽ പിടിച്ചിരിക്കുന്ന ഗുരുസ്ഥാനത്തിരിക്കുന്ന ഒരാളെയാണ് നമ്മൾ ശാസ്താവ് എന്ന് പറയുന്നത്. ധർമ്മത്തെ ശാസിക്കുന്നത് കൊണ്ട് അവനെ ധർമ്മശാസ്താവ് എന്ന് വിളിക്കുന്നു. ധർമ്മശാസ്താവായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ശാസ്താവ് ആര്? നമുക്ക് ശാസ്താവിനെ എങ്ങനെയാണ് പരിചയം എന്ന് നോക്കിയാൽ കേരളത്തിൻ്റെ ചരിത്രം വിശാലമായ സംഘകാലത്തിൻ്റെ ചരിത്രവുമായി ചേർന്ന് പോകുന്നതാണ്. വിശാല തമിഴകത്തിൻ്റെ ചരിത്രവുമായി ചേർന്ന് പോകുന്നതാണ്.
അവിടെയെല്ലാം നമ്മൾ സംഘകാല രേഖകളിൽ, സംഘകാല കൃതികളിലെല്ലാം നമുക്ക് ശാസ്താവിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ശാസ്താവിൻ്റെ പേര് ചാത്തൻ എന്നാണ്. ചാത്തൻ എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് നെറ്റി ചുളിയും. കാരണം നാം അറിയുന്ന ചാത്തൻ കിഡ്നാപ്പ്, ഹൈജാക്കിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ദുർമൂർത്തിയായിട്ടുള്ള ചാത്തനാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമേജ് ചാത്തൻ്റെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുണ്ട്. ചാത്തനേറ്, ചാത്തനെ കൊണ്ട് ദുർമന്ത്രവാദം ചെയ്യിക്കൽ, ചാത്തൻ എന്നൊക്കെയുള്ള പേരിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു പോർട്രയൽ, ഒരു മോശമായിട്ടുള്ള ഒരു ചിത്രീകരണം ചാത്തനുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ നെറ്റി ചുളിയുന്നത്. അച്ഛനെ പിതാവ് എന്ന് വിളിക്കുന്നത് പോലെ ആണ് ശാസ്താവ് ചാത്തനാകുന്നത്. അച്ഛൻ നമ്മുടെ മലയാള പദമാണ്, പിതാവ് സംസ്കൃത പദമാണ്. അച്ഛനെ പിതാവ് എന്ന് വിളിക്കുന്നത് കൊണ്ട് അച്ഛന് പുതിയൊരു മേന്മ കൈവരികയോ, പിതാവിനെ അച്ഛൻ എന്ന് വിളിക്കുന്നത് കൊണ്ട് അച്ഛന് ഒരു മോശം അവസ്ഥ ഉണ്ടാവുകയോ ചെയ്യുന്നില്ല എന്നതുപോലെ ശാസ്താവിനെ ചാത്തൻ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള മോശവും സ്വാമിക്ക് സംഭവിക്കുന്നില്ല. കാരണം നാം വിളിച്ചു പോന്ന, നമ്മുടെ ഭാഷയിൽ നാം വിളിച്ചു പോകുന്ന ആ ദേവൻ്റെ പേര് ചാത്തൻ എന്ന് തന്നെയാണ്. ആ ചാത്തൻ, ആര്യച്ചാത്തൻ എന്ന് പറയുന്ന ആ ചാത്തൻ, ആ ഉയർന്ന ബോധതലമായിട്ടുള്ള ചാത്തൻ, നമ്മുടെയൊക്കെ വീടുകളിൽ ചാത്തനും നീലിയുമായിക്കൊണ്ട് ശാസ്താവും ഈ പറയുന്ന ഇന്ന് ശബരിമലയിൽ കാണുന്ന മാളികപ്പുറത്തമ്മ എന്ന് പറയുന്ന ആ ശക്തിവിശേഷവും നിലനിന്നിട്ടുണ്ട്. ആ ചാത്തനെ തന്നെയാണ് നമ്മൾ ശാസ്താവ് എന്ന് വിളിക്കുന്നത്. ആ ശാസ്താവ് തന്നെയാണ് പിന്നീട് അയ്യപ്പൻ എന്ന ഭാവത്തിലേക്ക് വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയ്യപ്പൻ പന്തളം കൊട്ടാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിശേഷമാണ്, ഒരു വ്യക്തിത്വമാണ്. ആ അയ്യപ്പൻ എന്ന പേരിൽ തന്നെ വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം അയ്യപ്പൻ എന്ന് പറയുമ്പോഴും എങ്ങനെയാണ് അയ്യൻ എന്ന പേര് വരുന്നത്? നമുക്കത് വിഷ്ണു ചേർച്ചയുടെ കഥയുമായൊക്കെ ചേർത്ത് പോകാറുണ്ട്. അയ്യ എന്ന് പറഞ്ഞാൽ വിഷ്ണു എന്നും, അപ്പൻ എന്ന് പറഞ്ഞാൽ ശിവനാണ് എന്നൊക്കെയുള്ള ധാരാളം വ്യാഖ്യാനങ്ങൾ ഉണ്ട്. എങ്കിലും അയ്യപ്പൻ എന്ന പദത്തെ നമ്മൾ എവിടെ നിന്നാണ് പന്തളം കൊട്ടാരത്തിന് ലഭിച്ചത് എന്ന് നോക്കിയാൽ നമുക്കറിയാം, പന്തളം കൊട്ടാരം പാണ്ഡ്യവംശമാണ്. പാണ്ഡ്യവംശം മധുരയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. അവിടെ ഉണ്ടായിട്ടുള്ള ഒരു സംഘർഷത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് കേരളത്തിലേക്ക് വരികയാണ് അവരുണ്ടായത്. തമിഴ്നാട്ടിൽ സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും അറിയാം, അവിടെയൊക്കെ ഗ്രാമങ്ങൾക്ക് കാവൽ ദേവതയായി ഒരു ദേവനെ കാണാൻ സാധിക്കും. ആ കാവൽ ദേവതയുടെ പേര് അയ്യപ്പനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പേരാണ്. അയ്യനാർ എന്നാണ് ആ ദേവതയുടെ പേര്. അയ്യനാർ എന്തിൻ്റെ പുറത്താണ് സഞ്ചരിക്കുന്നത്? അയ്യനാർ കുതിരപ്പുറത്താണ് സഞ്ചരിക്കുന്നത്. ചില സമയത്ത് ആനപ്പുറത്തും സഞ്ചരിക്കും. അയ്യനാർ എന്ന് പറയുന്ന ആ സങ്കല്പം തന്നെയാണ് അയ്യപ്പൻ എന്ന സങ്കല്പമായി മാറുന്നത്. പന്തളം കൊട്ടാരത്തിൽ ഒരു കുഞ്ഞുണ്ടായപ്പോൾ അയ്യനാർ എന്ന സങ്കല്പത്തിൽ ആ കുട്ടിക്ക് അയ്യപ്പൻ എന്ന് പേരിട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അല്ലെങ്കിൽ അയ്യനാർ എന്ന പേരിൽ തന്നെ നിലനിൽക്കുന്നു എന്നും കാണാം. അല്ലെങ്കിൽ അയ്യനാർ തന്നെയാണ് എന്നും കാണാം. ഈ അയ്യനാർ ആരാണ്? ഈ അയ്യനാർ ആരാണ് എന്ന് ആഴത്തിൽ സംഘകൃതികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, സംഘകാല കൃതികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അയ്യനാർ മറ്റാരുമല്ല, ചാത്തൻ തന്നെയാണ്. കേരളത്തിൽ നാം ചാത്തൻ എന്ന് വിളിക്കുന്ന ആ വിശേഷം തന്നെയാണ് തമിഴ്നാട്ടിൽ ഗ്രാമദേവതയായി, ഗ്രാമത്തിൻ്റെ അതിർത്തി സംരക്ഷിക്കുന്ന ദേവതയായിരിക്കുന്ന അയ്യനാറായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് അയ്യപ്പൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം, പൊരുൾ തെരഞ്ഞു പോയാൽ അയ്യനാരിൽ ചെന്ന് നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഇന്നും തമിഴ്നാട്ടിലേക്ക് സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും തമിഴ്നാട്ടിൻ്റെ ഗ്രാമ അതിർത്തികളിൽ അയ്യനാരുടെ വലിയ വലിയ ശില്പങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ കാണുന്ന പോലെ സുസ്മേരവദനായ യോഗപട്ടബന്ധത്തിലിരിക്കുന്ന ശാന്തസ്വരൂപിയായിട്ടുള്ള രൂപത്തിലല്ല കാണുക. മറിച്ച് കയ്യിൽ വലിയ ഒരു വാളും, ചോരയിറ്റ് വീഴുന്ന വാളും, മീശയൊക്കെ പിരിച്ചു വെച്ച് വീരഭാവത്തിലിരിക്കുന്നൊരു ഭാവത്തിലാണ് കാണുക. ഇനി ആ ഭാവവും ശബരിമലയിലുണ്ട്. ആ ഭാവം കാണണമെങ്കിൽ ശബരിമലയുടെ ഉത്സവ കാലഘട്ടത്തിൽ തിരുവാഭരണം എഴുന്നള്ളിക്കുമ്പോൾ അവിടെ ശരിക്കും സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും, മീശയുള്ള അയ്യനാരുടെ രൂപത്തിലാണ് തിരുവാഭരണം ഇരിക്കുന്നത്. അത് വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതാണ് അയ്യപ്പനും ശാസ്താവും. ഇനി ആരാണ് മാളികപ്പുറത്തമ്മ? ഒരുപാട് കാലം മലയാളികൾ തെറ്റിദ്ധരിച്ച് വിശ്വസിച്ച് പോകുന്ന ഒരു കഥയുണ്ട്. ഒരു ഗോസിപ്പാണ് ആ കഥ എന്നാണ് ഞാൻ പറയാറുള്ളത്. ആ കഥ എന്താണ്? ആ കഥ മറ്റൊന്നുമല്ല, മഹിഷി മർദ്ദനത്തിന് ശേഷം മഹിഷി ലീല എന്ന് പറയുന്ന ഒരു ഭാവം സ്വീകരിക്കുകയും അയ്യപ്പനെ വിവാഹാഭ്യർത്ഥന നടത്തുകയും ചെയ്തു എന്നാണ്.
ശരി, കന്യസ്വാമി വരാത്ത കാലത്ത് ഞാൻ നിന്നെ വിവാഹം കഴിച്ചുകൊള്ളാം എന്നൊരു വാക്ക് സ്വാമി കൊടുത്ത് എന്നാണ് പറയുന്നത്. ആ വാക്ക് സ്വാമി കൊടുത്തു എന്ന് പറയുന്നിടത്ത് വലിയൊരു ചതി ഒളിഞ്ഞു കിടക്കുകയാണ്. ആ ചതി മറ്റൊന്നുമല്ല, വിശ്വാസികളായിട്ടുള്ള നമ്മൾ കന്യസ്വാമിയായി മലയ്ക്ക് പോകുന്ന സമയത്ത് ഒരു ചെറിയ ചോദ്യം ചോദിച്ചാൽ ഈ കഥയുടെ പൊള്ളത്തരം മുഴുവൻ പൊളിഞ്ഞു പോകും. ആ ചോദ്യം ഇതാണ്: കന്യസ്വാമി മാളികപ്പുറത്തമ്മയുടെ മുന്നിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ മാളികപ്പുറത്തമ്മ തൻ്റെ കല്യാണം മുടക്കിയ ഈ കന്യസ്വാമിയെ അനുഗ്രഹിക്കണോ അതോ ശപിക്കണോ? ആ ചോദ്യം ചോദിക്കുന്ന മാത്രയിൽ നമ്മുടെ അത്തരത്തിലുള്ള കഥകളുടെ എല്ലാം സാങ്കത്യമില്ലായ്മ വെളിവാവുകയാണ്. അങ്ങനെയെങ്കിൽ ആരാണ് മാളികപ്പുറത്തമ്മ? മാളികപ്പുറത്തമ്മ മറ്റാരുമല്ല, അമ്മ എന്നുള്ള ഭാവത്തിൽ, അയ്യപ്പൻ്റെ മാതൃഭാവത്തിലിരിക്കുന്ന ദേവതാ സ്വരൂപമാണ് മാളികപ്പുറത്തമ്മ. പന്തളം കൊട്ടാരം തന്നെ പറയുന്ന രേഖകൾ പ്രകാരം അത് നോക്കിക്കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ അമ്മ അല്ലെങ്കിൽ മധുര മീനാക്ഷി, പന്തളം കൊട്ടാരത്തിൻ്റെ മാളിക മുകളിൽ വെച്ചിരിക്കുന്ന മധുര മീനാക്ഷിയാണ് ഈ മാളികപ്പുറത്തമ്മ എന്ന് വരികയും ആ മധുര മീനാക്ഷി അയ്യപ്പൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് എന്ന് പന്തളം കൊട്ടാരം പറയും. ശബരിമലയിലെ ആചാരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അയ്യപ്പസ്വാമിയുടെ തിടമ്പ് മാളികപ്പുറത്തമ്മയുടെ മുമ്പിൽ പോയി വണങ്ങുന്നത് കാണാൻ സാധിക്കും. ആ വണക്കം അമ്മയോടുള്ള വണക്കമാണ്, കാമുകിയോടുള്ള സ്നേഹപ്രകടനമല്ല എന്ന് മനസ്സിലാക്കേണ്ടതായിട്ട്. എന്നാൽ പന്തളം കൊട്ടാരം വന്നതിന് ശേഷമാണോ മാളികപ്പുറത്തമ്മ അവിടെ വന്നിട്ടുള്ളത്? ഈ കാര്യത്തിൽ എൻ്റെ അഭിപ്രായം അല്ല എന്നാണ്. പന്തളം കൊട്ടാരം എപ്രകാരമാണോ അവിടെ സ്വാമിയുടെ അയ്യപ്പൻ്റെ ശാസ്താവിൻ്റെ ചൈതന്യം മുന്നേ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നത്, അതുപോലെ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ മാളികപ്പുറത്തമ്മ എന്ന് പറയുന്ന ദേവീ ചൈതന്യം അയ്യപ്പന് മുമ്പേ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ പന്തളം കൊട്ടാരത്തിന് മുമ്പേ ഉണ്ട്. അത് അവിടുത്തെ വനവാസികളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ നീലി സങ്കല്പവുമായി ബന്ധപ്പെട്ട് ഒക്കെ നിലനിൽക്കുന്നതാണ്. ആ നീലി സങ്കല്പവുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയ സങ്കല്പമായി, ഒരു മാതൃസങ്കല്പമായി ശബരിമലയിൽ മധുര മീനാക്ഷി എന്ന് പറയുന്ന ഒരു സങ്കല്പം മാളികപ്പുറത്തമ്മയായി മാറുന്നതിന് മുമ്പ് തന്നെയുണ്ട്. എന്ന് വെച്ചാൽ അത് മധുര മീനാക്ഷി അല്ല എന്നർത്ഥമില്ല. പന്തളം കൊട്ടാരം അതിൻ്റെ അധികാര സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് അവരുടെ തേവാരത്തിലെ ദേവതയായിട്ടുള്ള മധുര മീനാക്ഷിയെ ഈ പറയുന്ന മാതൃസങ്കല്പത്തിൻ്റെ മേൽ അവർ ആരാധിച്ചു വരുന്നു. അതുകൊണ്ട് പന്തളം കൊട്ടാരത്തെയും അത് പിന്തുടരുന്ന ആളുകളെയും സംബന്ധിച്ച് മാളികപ്പുറത്തമ്മ തന്നെയാണ് മധുര മീനാക്ഷി, മാളികപ്പുറത്തമ്മ തന്നെയാണ് മധുര മീനാക്ഷി, അല്ലെങ്കിൽ മധുര മീനാക്ഷി തന്നെയാണ് മാളികപ്പുറത്തമ്മ. എന്നാൽ മധുര മീനാക്ഷിക്കും താഴോട്ട് ആഴത്തിൽ എപ്രകാരമാണോ അയ്യപ്പനും താഴോട്ട് ശാസ്താവിന് വേരുകളുള്ളത്, അതുപോലെ മാളികപ്പുറത്തമ്മയ്ക്കും വേരുകളുണ്ട്. അത് ആദി മാതൃസങ്കല്പത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന വേരുകളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് വാവർ എന്നുള്ളത്. ആരാണ് വാവർ? വളരെയധികം വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വിഷയമാണ് വാവർ. ശബരിമലയ്ക്ക് മാലയിട്ട് മലയ്ക്ക് പോകുന്ന എല്ലാവരും നോക്കിയാൽ എരുമേലി എത്തുന്ന സമയത്ത് വലിയൊരു വാവർ പള്ളി കാണാറുണ്ട്. മലയ്ക്ക് പോകുന്ന എല്ലാവരും വളരെയധികം ആത്മാർത്ഥതയോടുകൂടെ വാവർ സ്വാമിയുടെ നടയിൽ പോയി വാവർ സ്വാമിക്ക് ശരണം വിളിക്കാറുണ്ട്. ഒന്നും പോരാഞ്ഞിട്ട് ഇപ്പോൾ മറ്റെല്ലാ സ്ഥലത്തും തേങ്ങ ഉടയ്ക്കുന്നത് പോലെ വാവർ നടയിലും തേങ്ങ ഉടയ്ക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. വാവർ ഒരു ഇസ്ലാമിക അക്രമകാരിയായിരുന്നുവെന്നും അല്ലെങ്കിൽ ഒരു കൊള്ളക്കാരനായിരുന്നുവെന്നും അയ്യപ്പനുമായി പോരിൽ തോൽക്കുകയും അങ്ങനെ അയ്യപ്പൻ്റെ സഖിത്വം ഉണ്ടാവുകയും അയ്യപ്പൻ അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നുമാണ് കഥ. ഈ കഥ മലയാളികൾ എല്ലാവരും വിശ്വസിക്കുന്നൊരു കഥയാണ്. മതേതരത്വത്തിൻ്റെ മകുടോദാഹരണമായി അയ്യപ്പനും വാവരും തമ്മിലുള്ള ബന്ധത്തെ പ്രകീർത്തിക്കാറുണ്ട്. പക്ഷേ വാസ്തവത്തിൽ വാവർ ഒരു ഇസ്ലാം വിശ്വാസിയാണോ, ഒരു മുസ്ലിം ആണോ? ഒരു ചോദ്യം. വാസ്തവത്തിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഹൈന്ദവരുടെ ഉത്തരവാദിത്തമല്ല. കാരണം ഹൈന്ദവരെ സംബന്ധിച്ച് 33 കോടി ദേവതകളെ ആരാധിക്കുന്ന കൂട്ടത്തിൽ ഒരു മുസ്ലിം നാമധാരിയും ഒരു ക്രിസ്ത്യൻ നാമധാരിയും ഒന്നും ഇതിൻ്റെ കൂടെ ചേരുന്നതുകൊണ്ട് ഹൈന്ദവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതിന് ഉത്തരം തീർച്ചയായിട്ടും പറയേണ്ടത് കേരളത്തിലെ ഇസ്ലാമിക പണ്ഡിതന്മാരാണ്. അല്ലാഹു അല്ലാതെ മറ്റാരും ആരാധ്യരല്ല എന്ന് പറയുന്നിടത്ത് അവിടെ ചെന്ന് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച് ഉള്ളോട്ട് കയറിപ്പോകുന്ന അയ്യപ്പന്മാർ നൽകുന്ന കാണിക്ക ഇസ്ലാമിക വിശ്വാസപ്രകാരം ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം.
അങ്ങനെ ബഹുദൈവ ആരാധകനായിട്ടുള്ള അയ്യപ്പൻ തീർച്ചയായിട്ടും ഒരു ഹൈന്ദവ പാരമ്പര്യത്തിൽ വരുന്നത് കൊണ്ട് ഒരു ബഹുദൈവ ആരാധന പിന്തുടരുന്ന ആളാണ്. ബഹുദൈവ ആരാധന പിന്തുടരുന്ന അയ്യപ്പൻ എന്ന് പറയുന്ന ഒരാളുമായിട്ടുള്ള സഖിത്വം, അതും ഈ വിശ്വാസപരമായ ഒരു സഖിത്വം വാവർ എന്ന ഇസ്ലാം വിശ്വാസിക്ക് ഭൂഷണമാണോ? ഇസ്ലാമികമായ ഒരു പശ്ചാത്തലത്തിൽ സാധ്യമായിട്ടുള്ള കാര്യമാണോ ഇതെല്ലാം? ഇനി ഇത് വിശ്വാസികൾ അവരുടെ ഇഷ്ടപ്രകാരം കയറുന്നു, ഞങ്ങൾ സ്വതന്ത്രമായി അത് സംഭവിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നു എന്ന് പറയുകയാണ് എങ്കിൽ ആ വാവർ സ്വാമിയുടെ പള്ളിയിൽ അതിൻ്റെ ഉള്ളിൽ തേങ്ങ ഉടയ്ക്കുന്ന ആചാരം ഇസ്ലാമിക വിശ്വാസത്തിന് നിരക്കുന്നതാണോ? ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരം പറയേണ്ടത് ഇസ്ലാമിക സമൂഹമാണ്. അത് ഹൈന്ദവരുടെ ബാധ്യതയല്ല. ഹൈന്ദവർ ഇതിന് ഉത്തരം പറയേണ്ട ബാധ്യസ്ഥരല്ല എന്ന് തന്നെയാണ്. അതുപോലെ ശബരിമലയിൽ ചെല്ലുന്ന സമയത്ത് സന്നിധാനത്തിൻ്റെ തൊട്ട് താഴെയുള്ള വാവർ സ്വാമി നട, ആ വാവർ സ്വാമി നടയിൽ അവിടെ ചെന്ന് അവർക്ക് കുരുമുളക് കൊടുക്കുന്ന സമയത്ത് അയ്യപ്പന്മാർ വാവർ സ്വാമിക്കായി കുരുമുളക് ഇരുമുടിക്കെട്ടിൽ കൊണ്ടുപോകും. കൊച്ചു കടുത്തക്കുള്ളത്, കറുപ്പസ്വാമിക്കുള്ളത്. ആ കൂട്ടത്തിൽ വാവർ സ്വാമിക്ക് കുരുമുളക് അയ്യപ്പന്മാർ ഇരുമുടിക്കെട്ട് നിറയ്ക്കുന്ന സമയത്ത് ഇടാറുണ്ട്. ആ കുരുമുളക് അവിടെ കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് അവർ തിരിച്ച് ഭസ്മം തരാറുണ്ട്. ഈ ഭസ്മം ഇസ്ലാമിക വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവിടെ നിന്നുകൊണ്ടാണ് ഈ ഭസ്മം തരാറ്. ഈ ഭസ്മം തരുന്നത് ശരിയായിട്ടുള്ള ഒരു ഇസ്ലാമിക വിശ്വാസപ്രകാരം ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ? ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമുണ്ടായിട്ടുണ്ട്. ആരാണ് വാവർ? വാപുരനാണ്, അല്ലെങ്കിൽ ഭൂതഗണത്തിൽ ഒരാളായിരിക്കുന്ന ഒരാളാണ് വാപുരൻ. അയ്യപ്പൻ്റെ അല്ലെങ്കിൽ ശാസ്താവിൻ്റെ ഭൂതഗണനാഥനാണ് ശാസ്താവ്. ആ കൂട്ടത്തിൽ ഒരു വാപുരൻ എന്ന് പറയുന്ന ഒരു രൂപം ത്തെക്കുറിച്ച് വളരെ കൃത്യമായി നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വച്ചിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ വാപുരൻ എന്നൊരു അസ്തിത്വം മറ്റൊന്നായി ഉണ്ട് എന്നിരിക്കെ വാവർ ഇസ്ലാമാണ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇനി വാവർ ഇസ്ലാമാണ് എന്ന് സമ്മതിക്കാൻ കേരളത്തിലെ ഹൈന്ദവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷേ വാവർ ഇസ്ലാമാണോ എന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ ഉറച്ചു പറയേണ്ടതായിട്ടുണ്ട്. ശബരിമലയുടെ പേരിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഭൂഷണമാണോ? ശബരിമല ആചാരവും വിശ്വാസത്തെയും ഇസ്ലാമിക സമൂഹം അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടോ എന്നുള്ളതിന് ഉത്തരം മാത്രം പറഞ്ഞാൽ മതി. ഉണ്ട് എന്നാണ് എങ്കിൽ ഇവിടുത്തെ ഹൈന്ദവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. വാവർ ഇസ്ലാമാണ് എന്നും ശബരിമല ആചാര വിശ്വാസങ്ങളെ ഇവിടുത്തെ ഇസ്ലാമിക സമൂഹം അംഗീകരിക്കുന്നുണ്ട് എന്നൊരു വാക്ക് ഇസ്ലാമിക സമൂഹം പറയണം എന്ന് മാത്രം. ശബരിമല വിശ്വാസത്തിൻ്റെ പൊരുളിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. 41 ദിവസത്തെ വ്രതം, അതിനുശേഷം ശബരിമലയിൽ ചെല്ലുന്നു, തിരിച്ചിറങ്ങുന്നു, നെയ്ത്തേങ്ങ അവിടെ സമർപ്പിക്കുന്നു, അതിൽ നിന്ന് നെയ്യെടുത്ത് അയ്യപ്പനെ ആടുന്നു. നെയ്ത്തേങ്ങ നമ്മൾ അവിടെ കത്തുന്ന ആ വന്നിയിൽ നിക്ഷേപിക്കുന്നു. അതിനുശേഷം തിരിച്ച് വലിയ സന്തോഷത്തോടുകൂടെ ചാരിതാർത്ഥ്യത്തോടുകൂടെ മലയിറങ്ങും. ഇനി മാല കഴുത്തിലുണ്ട്, അത് അയ്യപ്പൻ്റെ മുദ്രയാണ്. അത് എവിടെ വെച്ച് ഊരണം? പലപ്പോഴും ആളുകൾ ചെയ്യാറുള്ളത് ക്ഷേത്രത്തിൽ നിന്ന് മാലയിട്ട് ശബരിമലയ്ക്ക് പോവുകയും പമ്പയിൽ വെച്ച് മാല ഊരുകയും ചെയ്യുകയാണ്. എന്തിനാണ് പമ്പയിൽ വെച്ച് മാല ഊരുന്നത്? അതിൻ്റെ കൂടെ ചില അനാചാരങ്ങൾ കൂടെ ഉണ്ട്. പമ്പയിൽ വെച്ച് മാല ഊരുകയും കറുത്ത വസ്ത്രം ആ പമ്പാ നദിയിൽ ഒഴുക്കിക്കളയുകയും പമ്പാ നദി മലിനപ്പെടുകയും ചെയ്യുന്ന ദുരന്തം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ പമ്പാ നദിയിലെ ഒഴുക്കിക്കളയുന്ന മുണ്ടുകളെ ശേഖരിച്ച് ഒരു ഭാഗത്ത് കൂട്ടിയിട്ട് കത്തിക്കാനുള്ള വ്യവസ്ഥ. കത്തിക്കുകയാണോ ഇനി അത് കൂട്ടിയിട്ട് വൃത്തിയായി പിന്നെ നമുക്ക് തന്നെ തിരിച്ച് വീണ്ടും വിൽക്കുകയാണോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പമ്പാ നദിയെ മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചോദ്യം, എന്തിനാണ് ശബരിമലയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പമ്പയിൽ വെച്ച് നമ്മൾ മാലയൂരുന്നത്? കാരണം വ്രതം പിന്നെ നമുക്കൊരു ബാധ്യതയായി തോന്നുന്നുണ്ട്. വ്രതം നമുക്കൊരു ബാധ്യതയായി തോന്നാൻ പാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് ക്രമം? എവിടെ വെച്ചാണോ മാലയിട്ടത് അവിടെ വന്ന് സുഖമായി തൊഴുത് ആ മാല ഊരുക എന്നുള്ളതാണ്. ആ മാല ഊരിക്കൊണ്ട് തൻ്റെ ഗാർഹസ്ഥ്യ ജീവിതത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുക. അതുകൊണ്ട് മാലയിടുന്ന ഓരോരുത്തരും ഉത്തരവാദിത്വപൂർവ്വം സ്വയം പറയേണ്ട ഒരു കാര്യമുണ്ട്. മാലയിട്ട് വ്രതം പൂർത്തിയാക്കി
ശബരിമല അയ്യപ്പൻ്റെ ദർശനം കഴിഞ്ഞ് മടങ്ങി വന്ന് അതേ സ്ഥലത്ത് തന്നെ വെച്ച് ഞാൻ മാലയൂരുന്ന സമയത്ത് ഒരു ചക്രം പൂർത്തിയാവുകയാണ്. അത് വലിയൊരു പരിവർത്തനമാണ്. നമ്മളെ ഒരുപാട് ചിട്ടപ്പെടുത്തുന്ന, നമ്മളെ ഒരുപാട് നേരെയാക്കുന്ന വലിയൊരു പരിവർത്തനം അതിൽ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മലയിറങ്ങിയ ഉടനെ മാലയൂരി മറ്റു കാര്യങ്ങൾക്ക്, മറ്റു ഗൃഹസ്ഥന്മാർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ലൗകികമായ കാര്യങ്ങൾക്കോ ഇടപെടാൻ ശ്രമിക്കാതെ മാല ഇട്ടിടത്ത് തന്നെ ഊരി ആ വ്രതത്തിൻ്റെ ചാക്രികത പൂർത്തിയാക്കുക എന്ന് അഭ്യർത്ഥിക്കുന്നു. സ്വാമിയെ ശരണമയ്യപ്പ.